ട്രംപും യൂറോപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ താരതമ്യേന സുസ്ഥിരമായ രാജ്യങ്ങളിലെ സർക്കാർ പ്രതിസന്ധികളും 2022 മുതൽ അധികാരത്തിലുള്ള തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റലിയുടെ നിലവിലെ സഖ്യത്തിന്റെ ജനപ്രീതിയും ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങളാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യൂറോപ്പുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി മാറുന്നതിന് നിർണായകമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയതിന് പിന്നാലെ യൂറോപ്പിനെ യുഎസിന്റെ ശത്രു എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഇത്തവണ യൂറോപ്പും യുഎസുമായുള്ള ബന്ധം മികച്ച രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ മെലോണിക്ക് സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതിന്റെ പ്രധാന കാര്യമായി പറയുന്നത് മെലോണിയും മസ്കും തമ്മിലുള്ള സൗഹൃദമാണ്. ഇരുവരുടെയും സൗഹൃദം അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ വഴിയൊരുക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച പാരീസിലെ നോട്രെ ഡാം കത്തീഡ്രൽ ഔദ്യോഗികമായി തുറന്നതിന് പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ 60 പേർ പങ്കെടുത്ത അത്താഴത്തിൽ മസ്കും ട്രംപും മെലോണിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഇതിനുശേഷം താനും മെലോണിയും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നുവെന്ന് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിനോട് പറയുകയും ചെയ്തു. തങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയമായി സാമ്യമുള്ളവരാണെങ്കിലും എല്ലായ്പ്പോഴും ഒരുമിച്ച് പോകണമെന്നില്ലെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ അടുത്ത നീക്കം എന്താണെന്ന് മെലോണിക്ക് അറിയാൻ സാധിക്കില്ലെങ്കിലും പക്ഷേ യൂറോപ്പിൽ മെലോണിക്ക് ഒരു മേൽക്കൈ നേടിയെടുക്കാൻ സാധിക്കും. ജർമ്മനിയിൽ ഒരു പുതിയ സർക്കാർ വരുന്നതിന് മുൻപ് ഫ്രാൻസിലെ നിലവിലെ സാഹചര്യങ്ങൾക്കൊപ്പം ട്രംപ് വൈറ്റ് ഹൗസിൽ വരുമ്പോൾ സ്ഥിരതയുള്ള സർക്കാരുള്ള ഒരേയൊരു രാജ്യം എന്ന നിലയിൽ ഇറ്റലിക്ക് കുത്തക ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം മെലോണിയും മസ്കും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ട്രംപ് മസ്ക് ബന്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം മസ്കിന് ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. 2023 മസ്കും മെലോണിയും തമ്മിലുള്ള സൗഹൃദം ബലപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും മസ്ക് അതിനെയെല്ലാം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. യൂറോപ്യൻ നേതാക്കൾക്ക് ട്രംപിന്റെ വിജയം അപകട സൂചനകളായിരുന്നു നൽകിയിരുന്നത്. ഇതിനിടെയാണ് ട്രംപും യൂറോപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണിക്ക് സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. സഖ്യങ്ങളിൽ നിന്നും ധാരണകളിൽ നിന്നുമുള്ള പിന്മാറ്റം, കാലാവസ്ഥാ വ്യതിയാനത്തിലെ നയവും മാറ്റവും ട്രംപ് പ്രകടമാക്കിയിരുന്നു. സഖ്യത്തിന്റെ പ്രതിരോധ ചെലവ് ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തതിന് നാറ്റോയെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടാതെ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് ട്രംപിന്റെ പിന്മാറ്റം യൂറോപ്യൻ നേതാക്കളുടെ ശക്തമായ വിയോജിപ്പിന് കാരണമാവുകയും ചെയ്തു. അതോടൊപ്പം UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ പിന്തുണയ്ക്കുന്ന ഒരു ബഹുമുഖ കരാറായ JCPOയിൽ നിന്ന് ട്രംപ് USനെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള കുടിയേറ്റത്തെക്കുറിച്ച് ട്രംപിന്റെ നിലപാടിനെ യൂറോപ്യൻ ഗവൺമെന്റുകൾ കഴിഞ്ഞ തവണ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. ഇതിന് പുറമെ അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന യൂറോപ്യൻ കാറുകൾക്ക് നികുതി കൂട്ടുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപ് വിജയിച്ചതോടെ BMW, മെഴ്സിഡസ്, വോക്സ്വാഗൻ എന്നിവയുടെ ഓഹരി വില 5 മുതൽ 7% വരെ ഇടിയുകയും ചെയ്തിരുന്നു. അമേരിക്കയാണ് ജർമ്മൻ കാറുകളുടെ ഏറ്റവും വലിയ വിപണി. മുമ്പ് യൂറോപ്യൻ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്ക് നികുതി ചുമത്തിയപ്പോൾ ലീവൈ ജീൻസിനും ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിനും നികുതി ചുമത്തി തിരിച്ചടിച്ചിരുന്നു യൂറോപ്പ്. ഇതൊക്കെ ആവർത്തിച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.